വയനാട്ടിലെ നിയമനക്കുഴ വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂടുതൽ പരാതികൾ. ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് താളൂരിലെ പത്രോസിന്റെ പരാതി. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയനും ചേർന്നാണ് പണം വാങ്ങിയതെന്ന് പത്രോസ് 24നോട് പറഞ്ഞു. DCC ട്രഷററായിരുന്ന NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണശേഷം ഈ അർബൻ ബാങ്കിലെ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണ്. അർബൻ ബാങ്കിൽ പ്യൂൺ തസ്തികയിൽ നിയമനത്തിന് വേണ്ടി 22 ലക്ഷം രൂപ വിവിധ ഘട്ടങ്ങളിലായി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ 3 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചത്. ബാക്കി തുക 2 എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു എഗ്രിമെന്റിൽ NM വിജയൻ ഒപ്പുവെച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഏത് കാലത്തായിരുന്നു ഇങ്ങനെ ഒരു നിയമനത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തത്? കോൺഗ്രസ് നേതാക്കളാണ് ഇടപെട്ടത്. എന്താണ് ഇതിന്റെ? അതെ, കോൺഗ്രസ് നേതാക്കളാണ്. നെന്മേനി പഞ്ചായത്തിൽ വാർഡ് മെമ്പറായിരുന്നു. പ്രേമൻ എന്നാണ് പേര്. 4 റൗണ്ടായിട്ടാണ് പൈസ കൊടുത്തത്. 4 റൗണ്ടായിട്ട് പൈസ കൊടുക്കുമ്പോൾ തന്നെ 20 ലക്ഷം രൂപയോളായി. അത് കഴിഞ്ഞ് വേറെ ഏതൊരു ജോലി എന്ന് വന്ന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. പൈസ ഇല്ലാത്തപ്പോൾ എൻ്റെ ഒരു ആൾട്ടോ കാറുണ്ടായിരുന്നു. 4:30 വാങ്ങിയതാണ്. അതിന് 2:15 കൊടുത്തു. പിന്നെ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ, പിന്നെ കൊറോണ വന്ന് ഓരോ ഘട്ടങ്ങളും നാളെയാട്ടെ മറ്റന്നാളാട്ടെ അങ്ങനെ ആട്ടെ ഇങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞ് നടന്നു. അങ്ങനെ ഒരു 19-20 കാലഘട്ടങ്ങളായപ്പോഴത്തേക്കും പിന്നെ ഇതിന് തുമ്പും മാലില്ലാതായി. അങ്ങനെ നമ്മൾ പ്രേമനെ സമീപിക്കുകയും പ്രേമനായിട്ട് നമ്മൾ ചെറിയൊരു വർത്താനം ഉണ്ടായി. അതിനുശേഷമാണ് നമ്മൾ ഈ പൈസ ഈ മറ്റുള്ളവർ ഇത് എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ വിജയേട്ടൻ, അതേപോലെ ചന്ദ്രേട്ടൻ, സക്കറിയ ഇവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരു ഗ്യാങ് ആണ് സാറേ. കോൺഗ്രസിൻ്റെ മുൻ പ്രവർത്തകരും ഇപ്പോൾ നിലവിലുള്ള പ്രവർത്തകരും അറിയപ്പെടുന്നവരാണ് എല്ലാവരും. വിജയേട്ടൻ അഗ്രിമെൻറ്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ലീഫ് വന്നു. ആ ചെക്ക് ലീഫ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തതായിരുന്നു. പിന്നെ ഇവൻ്റെ ഒരു അഗ്രിമെൻറ്റും എൻ്റെ അടുത്തില്ല, നമ്മൾ പൈസ കൊടുത്തോണ്ട്. ഈ പുറത്തു വരുന്നത് ഈ IC ബാലകൃഷ്ണൻ MLA അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ലല്ല, അറിയില്ല. എനിക്ക് പറയുന്ന UK പ്രേമനെ ഇപ്പം ഈ പറഞ്ഞ 2 പേരെ നമുക്കറിയുള്ളൂ. വേറെ ആരാ എന്താന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ SP-ക്ക് പരാതി നൽകിയിരിക്കുകയാണ് എൽദോസും ഒപ്പം തന്നെ പത്രോസും. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന് 10ലേറെ ബാങ്ക് അക്കൗണ്ടുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട ബാങ്കുകൾക്ക് പോലീസ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് വീണ്ടും ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ് അഗെയിൻ, ഹാപ്പി ന്യൂ ഇയർ. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ ട്രഷററുടെ കാര്യത്തിൽ ദുരൂഹമായ ചില വിവരങ്ങൾ പുറത്തു വരികയാണോ? ഇതെല്ലാം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരാനുള്ള പ്രധാന കാരണം തന്നെ. അതായത് കോൺഗ്രസ് നയിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം ആയി ബന്ധപ്പെട്ട കോഴയാണ്. അതിൽ 2 പക്ഷമായി നിന്നുകൊണ്ട് തന്നെ ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ലഭ്യമാവുന്നുണ്ട്. അത്തരത്തിലൊരു കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഘട്ടത്തിൽ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തുടർന്ന് കൂടുതൽ പരാതികൾ എത്തുകയാണ്. അത്തരത്തിലൊരു പരാതിയാണ് ഈ പത്രോസിന്റെ പരാതി. 2014 മുതൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ്. 5 തവണയായി മകന്റെ പ്യൂൺ നിയമനത്തിന് വേണ്ടി ബത്തേരി അർബൻ ബാങ്കിൽ പ്യൂൺ നിയമനത്തിന് വേണ്ടി പണം കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ പണത്തിനൊപ്പം ഒരു കാറും ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പണം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു കാറും ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം തന്നെ NM വിജയൻ ഒപ്പുവെച്ച ഒരു രേഖ കൂടി ഇവർ ഹാജരാക്കുന്നുണ്ട്. അതിൽ പണം കടമായി നൽകി എന്നുള്ളതാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ബാങ്കിൽ നിയമനത്തിന് വേണ്ടി കോഴ നൽകാൻ കഴിയില്ല, അത് നിയമപരമായി ഒരുപക്ഷെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് പണം കടമായി നൽകി എന്നുള്ള തരത്തിലുള്ള ഒരു അഗ്രിമെന്റ് ഇവർ വെച്ചിട്ടുണ്ട്, അതും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യം പോലീസിനും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത് എവിടേക്ക് എത്തി, DCCയുടെ നേതൃത്വത്തിൽ എവിടേക്ക് എത്തി എന്ന് തെളിയിക്കാവുന്ന ഒരു വിവരവും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ആകെ ഒരു കേസിൽ മാത്രമാണ്, അതായത് പീറ്റർ ജോർജ് എന്ന് പറയുന്ന റിട്ടയർഡ് അധ്യാപകന്റെ കേസിൽ മാത്രമാണ് IC ബാലകൃഷ്ണന്റെ പേര് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് IC ബാലകൃഷ്ണൻ ആ രേഖ വ്യാജമാണെന്ന് പറയുന്നു. പീറ്റർ ജോർജ് ഇങ്ങനെ ഒരു പരാതി തനിക്കില്ല എന്നുള്ളത് പോലീസിനോട് വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെയാണ് ഈ DCC നേതൃത്വവുമായി ഇത് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇതിൽ പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് പ്രധാനപ്പെട്ട പരാതി. അതിൽ പ്രേമൻ മലവയൽ, CT ചന്ദ്രൻ, സക്കരിയ മണ്ണിൽ എന്നീ പേരുകൾ ഈ പത്രോസ് നൽകിയ താളൂർ സ്വദേശിയായ
പത്രോസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ പരാതികൾ വരും ദിവസങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം തന്നെ വളരെ മുൻപ് നടന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ്. ഇതൊന്നും തന്നെ ഈ NM വിജയന്റെ മരണവുമായി എങ്ങനെ അത് കണക്ട് ചെയ്യും എന്നുള്ളതിലാണ് പോലീസ് അതിൽ ആശയക്കുഴപ്പം പോലീസിനെ സംബന്ധിച്ചുമുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യം എന്നുള്ള പരിധിയിലേക്കാണ് ഇത് വരാനുള്ള സാധ്യതയും ഉള്ളത്. അന്വേഷണം തുടരുന്നുണ്ട്. ബാങ്ക് വിശദാംശങ്ങൾ ഈ മരിച്ച NM വിജയന്റെ ബാങ്ക് വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 10ലേറെ അക്കൗണ്ടുകൾ NM വിജയൻ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബാങ്കുകളിൽ നിന്ന് ബാധ്യത, അതോടൊപ്പം തന്നെ നിക്ഷേപം, സാമ്പത്തിക ഇടപാടുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നതിനായി പോലീസ് നോട്ടീസും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കോൺഗ്രസ് നേതാക്കൾ ആര് വാങ്ങി എന്ന്, അതായത് NM വിജയൻ വഴി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഈ സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് CPM-ഉം BJP-യും ആരോപിക്കുന്നത്. പക്ഷേ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ആര് വാങ്ങി എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു തരത്തിലുള്ള കാര്യവും ഇതുവരെ പോലീസിനെ താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയായിരുന്നു.